എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധർമ്മ മിസ്. ഞാൻ മഞ്ജിമ മിസ്. NIOS ഏപ്രിൽ ബാച്ച് 2026 ഏപ്രിൽ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാം ടൈം ടേബിൾ റീസെൻ്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട്, പുതിയ ടൈം ടേബിൾ അനുസരിച്ച് NIOS കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10-നാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ NIOS SSLC +2 എടുത്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വിഷയങ്ങളുടെ എക്സാം ഡേറ്റ്സിനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൈവ് സെഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് നമ്മൾ എക്സാമിൻ്റെ സമയത്ത് എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും നമ്മൾ ലൈവ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ ലൈവിൻ്റെ ഡീറ്റെയിൽസ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ലൈവ് റിവിഷൻ ലൈവ് ആണ്. അതും ആ റിവിഷൻ ലൈവിൽ എന്താ മിസ്സേ നമ്മൾ പറയാൻ പോകുന്നത്? നമ്മൾ മാരത്തോൺ ലൈവ് ആയിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാവുക കേട്ടോ. യെസ്, മാരത്തോൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതിന്റെ സൊല്യൂഷൻസും ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം അല്ലേ? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ജിമ മിസ്സിനെ കൊണ്ട് എവിടെ കൊണ്ടിരുത്തിയത്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. സോ SSLC നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. NIOS SSLC-കാരുടെ ഫസ്റ്റ് ലൈവ് ഏതാ മിസ്സേ? മലയാളമാണ് അല്ലേ? ഓക്കെ, 6 മണിക്ക് ആ ലൈവുമായിട്ട് വരുന്നത് നമ്മുടെ സ്നേഹ മിസ്സും അതുപോലെ തന്നെ സ്നേഹ മിസ്സിന്റെ കൂടെ അപർണ മിസ്സും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് 2 ആൾക്കാർ എന്ന്. ഇപ്രാവശ്യവും നമ്മൾ എന്തല്ല, സിംഗിൾ അല്ല, ബട്ട് ഡബിൾ ആണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം 2 ടീച്ചേഴ്സാണ് വരുന്നത്. മലയാളത്തിൽ വരുന്നത് നമുക്ക് സ്നേഹ മിസ്സാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ കൂടെ സപ്പോർട്ടിനായിട്ട് ആരുണ്ട്? അപർണ മിസ്സും ഉണ്ട്. യെസ്. പിന്നീട് NIOS SSLC-കാർക്ക് അടുത്ത നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് 18-ാം തീയതിയാണ്, ഏപ്രിൽ 18-ന്. വിഷയം മാത്സ് ആണ്. സോ മാത്സിൻ്റെ ലൈവ് ടൈം വരുന്നത് 7 മണിക്കാണ്. ഈ ലൈവിൽ ഒറ്റയാൾ പോരാട്ടമായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം നിഷാന മിസ് ആയിരിക്കും. ഓക്കെ, അടുത്ത പറഞ്ഞോ മിസ്സേ. 18-ാം തീയതിയാണ് അടുത്ത ലൈവും വരുന്നത്, 7 മണിക്ക് ഇംഗ്ലീഷിൻ്റെ ലൈവ്. ഇവിടെ സഫ മിസ്സും അതുപോലെ തന്നെ അനഘ മിസ്സും ആയിരിക്കും കേട്ടോ ലൈവിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, അപ്പോൾ രണ്ടുപേരും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ലൈവിൽ കയറുക, ഡൗട്ട്സ് അങ്ങ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ലൈവ് വരുന്നത് 21-ാം തീയതിയാണ്. 21-ാം തീയതി കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറച്ചുകൂടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന വിഷയത്തിൻ്റെ ലൈവാണ്. ഈ ലൈവിൽ നിങ്ങളോട് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വരുന്നത് മഞ്ജിമ മിസ്സും, മഞ്ജിമ മിസ്സിന്റെ കൂടെ ഉള്ളത് വിദ്യാ മിസ്സും ആയിരിക്കും. ലൈവ് എത്ര മണിക്കായിരുന്നു മിസ്സേ? 7 മണിക്ക് തന്നെ. ഓക്കെ, അടുത്ത് പറഞ്ഞോളൂ. അടുത്തത് ബിസിനസ് സ്റ്റഡീസിന്റെ ലൈവാണ്, 24-ാം തീയതി ആയിരിക്കും കേട്ടോ. ഇവിടെ ജിമിഷ മിസ്സും അതുപോലെ തന്നെ ദേവനന്ദ മിസ്സും ആയിരിക്കും കേട്ടോ ലൈവിന് നിങ്ങളെ കൂടെ ഉണ്ടാവുക. ബിസിനസ് സ്റ്റഡീസ് എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും പഠിക്കാനുണ്ട് അല്ലേ? കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ലൈവ് സെഷനിൽ വരാം. ആൻഡ് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ 2 ആളുകളാണ് ഇപ്രാവശ്യം കൂടെ ഉള്ളത്, ജിമിഷ മിസ്സും ദേവനന്ദ മിസ്സും ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സോഷ്യൽ സയൻസിന്റെ ലൈവാണ്. 28-ാം തീയതി, ഏപ്രിൽ 28-ാം തീയതിയാണ് സോഷ്യൽ സയൻസിന്റെ ലൈവ് വരുന്നത്. അതും കൃത്യം 7 മണിക്ക്. ഈ ലൈവിൽ നിങ്ങളോട് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവാൻ പോകുന്നത് സുധർമ്മ മിസ് ആയിരിക്കും. സുധർമ്മ മിസ്സിന്റെ കൂടെ വിദ്യാ മിസ് ഉണ്ടായിരിക്കും. യെസ്, അപ്പൊ വിദ്യാ മിസ് ആണ് ലൈവ് എടുക്കുക, സപ്പോർട്ടിന് ഞാൻ ഉണ്ടായിരിക്കും കേട്ടോ. അടുത്തതോ? പിന്നെ നമ്മുടെ ലൈവ് വരുന്നത് 1-ാം തീയതി മെയ്യിലാണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലൈവ് ആയിട്ട് വരുന്നത് നമ്മുടെ കൂടെ നിഷാന മിസ്സും അതുപോലെ തന്നെ സഫ മിസ്സും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അത് സമയം 7 മണിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് പ്രധാനമായിട്ടും SSLC-കാരുടെ, അതായത് NIOS-ലെ SSLC ചെയ്ത വിദ്യാർത്ഥികളുടെ അവർക്ക് അവരുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ്, യൂട്യൂബ് ലൈവ് സെഷൻ ആണ്. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യൂട്യൂബ് ലൈവ് സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക, ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരിക എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ ഒരു ലൈവ് സെഷന്റെ പ്രത്യേകത. സോ ഗോ ഫോർ ഇറ്റ് ആൻഡ് നിങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.